നിങ്ങൾ ആരെങ്കിലും എന്നെ ഫോൺ ചെയ്ത് തെറി വിളിക്കുകയോ ഇൻസ്റ്റാഗ്രാമിലൂടെ തെറി വിളിക്കുകയോ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ടെന്നുള്ളത്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പക്ഷെ പറയാൻ പോകുന്ന അപ്ഡേറ്റ് ഒരു വലിയ അപ്ഡേറ്റ് തന്നെയാണ്. കാരണം യൂട്യൂബിൽ വന്നിരിക്കുന്ന ഒരു പുതിയ ഫീച്ചറാണ് ലൈക്ക്നെസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഫീച്ചർ. ഈ പേര് കേട്ട് കഴിയുമ്പോൾ നിങ്ങളിൽ പലർക്കും തോന്നും നിങ്ങളുടെ വീഡിയോയ്ക്കൊക്കെ കിട്ടുന്ന ലൈക്കിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണോ എന്ന്. അങ്ങനെ ഒരു അപ്ഡേറ്റ് അല്ല, പക്ഷേ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഫീച്ചർ തന്നെയാണ് ഈ ലൈക്ക്നെസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഈ അപ്ഡേറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളവരിൽ ഓൾറെഡി ഒരു കൺഫ്യൂഷനും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ ലൈക്ക്നെസ് ഡിറ്റക്ഷൻ, എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം, അതുപോലെ തന്നെ ഈ കൺഫ്യൂഷനും നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ മാറ്റാം. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്കിവിടെ നോക്കാം എന്താണ് ഈ ലൈക്ക്നെസ് ഡിറ്റക്ഷൻ. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ബാക്കി ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അതായത് ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ AI ഉപയോഗം ഒരുപാട് കൂടിയിട്ടുണ്ട്. യൂട്യൂബിൽ നിന്നല്ല, എല്ലായിടത്തും AI ഉപയോഗം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ ഈ AI മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് ഒരു വീഡിയോ ചെയ്യുന്നു. ഇപ്പം വേണമെങ്കിൽ മറ്റൊരാൾക്ക് എന്നെപ്പോലെ തോന്നിപ്പിക്കുന്ന മറ്റൊരു ഇമേജ് AI യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ വീഡിയോ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലെ എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ അവർക്ക് AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. എനിക്കറിയത്തില്ല, ഞാൻ അവിടെ ഇല്ല. ആ വീഡിയോയിൽ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, കാണുന്നവർക്കും തോന്നുന്നുണ്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞാനല്ല ആ വീഡിയോയിൽ, എനിക്കറിയത്തുമില്ല. അവർ AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷേ അവർക്ക് വേണമെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾ വേണമെങ്കിലും ആ വീഡിയോയിലൂടെ എന്നെക്കൊണ്ട് പറയിപ്പിക്കാം. എന്നെക്കൊണ്ടെന്നല്ല, AI യൂസ് ചെയ്തിട്ട് അവർക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കാണുന്നവർക്ക് എന്താണ് തോന്നുന്നത്, ഞാൻ അനാവശ്യമായ കാര്യങ്ങൾ ആ വീഡിയോയിലൂടെ പറയുന്നു, പക്ഷേ എനിക്ക് അറിയത്ത് പോലുമില്ല. പക്ഷേ നിങ്ങൾ ആരെങ്കിലും എന്നെ ഫോൺ ചെയ്ത് തെറി വിളിക്കുകയോ ഇൻസ്റ്റാഗ്രാമിലൂടെ തെറി വിളിക്കുകയോ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ പോലെ തോന്നിക്കുന്ന അല്ലെങ്കിൽ എന്നെ പോലെ തോന്നിക്കുന്ന വീഡിയോസ് മറ്റൊരാൾ AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതിലൂടെ അനാവശ്യമായ കാര്യങ്ങൾ അവരെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ, അത് അനാവശ്യമായിക്കോട്ടെ അല്ലെങ്കിൽ ആവശ്യമായിക്കോട്ടെ, പക്ഷേ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളെ പോലെ തോന്നിപ്പിക്കുന്ന AI വീഡിയോസ് മറ്റൊരാളെ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? ഇതിനായിട്ട് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ ലൈക്ക്നെസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഫീച്ചർ. അതായത് ഈ ഫീച്ചറിലൂടെ നമ്മുടെ ഇമേജസ് ആരെങ്കിലും ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന ആൾ ഇതേപോലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെതിരെ നമുക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബ് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ഫീച്ചറാണ് ലൈക്ക്നെസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി റോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു, പല ആളുകൾക്ക് കിട്ടിയിട്ടുമുണ്ട്. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, നിങ്ങൾ പലർക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് അത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ്, എവിടെയാണ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്, ആ കാര്യങ്ങളോട് നോക്കാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം മറ്റൊരു കാര്യം മനസ്സിലാക്കണം. യൂട്യൂബിൽ ഓൾറെഡി മറ്റൊരു ഫീച്ചറുണ്ട്. അതായത് നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കോപ്പി ചെയ്ത് അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ടോ പകുതിയോ എത്രയെങ്കിലും പാർട്ട് അവർ നമ്മുടെ വീഡിയോസ് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും. ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. ഇപ്പം മെയിനായിട്ടുള്ള കാര്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറുക. ഞാനിപ്പോൾ കമ്പ്യൂട്ടറിലാണ് കയറിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രോം ബ്രൗസറിലൂടെ തന്നെ കയറാവുന്നതാണ്. അവിടെ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, ഇവിടെ ഇപ്പോൾ കണ്ടന്റ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കാണിക്കുന്നത്. നേരത്തെ ഇവിടെ കോപ്പിറൈറ്റ് എന്നുള്ളൊരു പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പേര് മാറ്റിയതാണ് കണ്ടന്റ് ഡിറ്റക്ഷൻ എന്നുള്ളത്. അത് എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പറയാം. അപ്പോൾ നമ്മൾ ഈ കണ്ടന്റ് ഡിറ്റക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ നോക്കുക കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ ഒരു ടാബ് കാണിക്കുന്നുണ്ട്. ഇവിടെ താഴെയായിട്ട് നമ്മുടെ ഏതെങ്കിലും വീഡിയോസ് എത്രയെങ്കിലും പാർട്ട് ആരെങ്കിലും കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളായിരിക്കും ഇവിടെ, അതിൻ്റെ കാര്യങ്ങളായിരിക്കും ഇവിടെ കാണിക്കുന്നത്. അതിൽ നമുക്ക് ആർക്കെങ്കിലും നമുക്ക് സ്ട്രൈക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അവർക്ക് സ്ട്രൈക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്കിവിടെ ആരും കോപ്പി ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കിവിടെ ആരുടെയും കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ഇനി ഇവിടെ ഈ ലൈക്ക്നെസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറും കൂടെ നിങ്ങളുടെ ചാനലിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കണ്ടന്റ് ഡിറ്റക്ഷന് ഉള്ളിൽ തന്നെ ഇപ്പോൾ ഇവിടെ മുകളിൽ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ ഒറ്റ ഒരു ടാബേ ഉള്ളൂ. അതിൻ്റെ സൈഡിനായിട്ട് ലൈക്ക്നെസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞ മറ്റൊരു ടാബും കൂടെ ഇതേപോലെ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ AI വീഡിയോസ് ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത് അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് അവരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുന്ന് സംസാരിക്കുകയാണ്, പക്ഷേ ആക്ച്വലി നിങ്ങളല്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തുമില്ല. അവർ AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ വീഡിയോസാണ്. അങ്ങനെയുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അത് ഓരോന്നായിട്ട് ഈ ലൈക്ക്നെസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഈ ടാബിൻ്റെ താഴെയായിട്ട് ഇവിടെ കാണിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇതിനെതിരെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാവുന്നതാണ്. ഈ ഓരോ വീഡിയോസിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യിപ്പിച്ച് കളയാവുന്നതുമാണ്. ഇനി ഇവിടെയുള്ള കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ ചാനലിൽ വന്നാലും ശരി, അതായത് ഈ ലൈക്ക്നെസ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഫീച്ചർ നിങ്ങളുടെ ചാനലിൽ വന്നാലും ശരി, ഇതിനെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യണം
ചെയ്യണമെങ്കിൽ, അതായത് ഓൺ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ID പ്രൂഫ് സബ്മിറ്റ് ചെയ്ത് കൊടുത്തേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്ത് സബ്മിറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. എങ്കിലേ യൂട്യൂബ് AIക്ക് മനസ്സിലാവത്തുള്ളൂ മറ്റാരെങ്കിലും നിങ്ങളുടെ ഫേസുമായി സാമ്യമുള്ള AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. കാരണം അവർക്ക് ആദ്യം ഡേറ്റ വേണം, യൂട്യൂബ് AIക്ക് നിങ്ങളുടെ ഫേസ് വേണം, എങ്കിലേ അവർക്ക് മാച്ച് ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ മറ്റാരെങ്കിലും AI വീഡിയോസ് നിങ്ങളെപ്പോലുള്ള AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഡേറ്റ കൊടുത്തെങ്കിലേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ, ഡേറ്റ കൊടുക്കാതെ വർക്ക് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഏത് AI ആണെങ്കിലും ഡേറ്റയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ ഫീച്ചർ വളരെ നല്ല ഫീച്ചറായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മളെ പോലുള്ള വീഡിയോസ് ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത്, നമ്മളിരുന്ന് സംസാരിക്കുന്നത് പോലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് മറ്റൊരാൾ പോസ്റ്റ് ചെയ്യുകയാണ്, അതിലൂടെ അനാവശ്യമായ കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നമുക്കെതിരെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഫീച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനൊരാൾ ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നുണ്ട്, നമുക്ക് ആ വീഡിയോസിനെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഇനി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഈ ഒരു ഫീച്ചർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവർക്ക് ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.